ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 44 നാമകരണവും ജാതക ഫലകഥനവും. ശ്ലോകം 9. അമുനൈവ സർവദുർഗം തരിതാസ്ഥകൃതാസ്ഥമത്ര തിഷ്ഠത്വം ഹരിരേവേത്യനഭിലപന്നിത്യാദിത്വാമവർണയത്സമുനി. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിൻ്റെ അർത്ഥവും നോക്കാം. അമുനൈവ സർവദുർഗം തരിതാസ്ഥ കൃതാസ്ഥം അത്ര തിഷ്ഠത്വം ഹരിർ ഏവേത്യനഭിലപൻ ഇത്യാദിത്വാം അവർണയത് സമുനി. അവിടെ വിസർഗം പറയണം ലാസ്റ്റിൽ. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. അമുന ഇദ്ദേഹത്താൽ, ഏവ തന്നെ, സർവദുർഗം എല്ലാ തടസ്സങ്ങളും ക്ലേശങ്ങളും, തരിതാസ്ഥ നിങ്ങൾ തരണം ചെയ്യും, കൃതാസ്ഥം ആശ വെച്ചുകൊണ്ട്, അത്ര ഇവനിൽ, തിഷ്ഠത്വം നിങ്ങൾ വാഴുക, ഹരി ഏവ വിഷ്ണു തന്നെയാണെന്ന്, അനഭിലപൻ തുറന്നു പറയാതെ, ഇത്യാദി എന്നീ പ്രകാരമെല്ലാം പറഞ്ഞ്, ത്വാം അങ്ങയെ, അവർണയത് വർണ്ണിച്ചു, സ ആ മുനി മഹർഷി. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. അമുനൈവ സർവദുർഗം തരിതാസ്ഥ, സ്ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. കൃതാസ്ഥമത്ര, ഇവിടെയും സ്ഥന്ന് നന്നായിട്ട് ഊന്നി പറയണം. തിഷ്ഠത്വം, ഷ്ഠാന്നും ത്വന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഹരിരേവേത്യനഭിലപന്നിത്യാദി, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ നി എന്നുള്ളത് മെല്ലെന്ന് ഊന്നി പറയാനുള്ളതാണ്. ത്വാമവർണയത് സ മുനി, അവിടെ ലാസ്റ്റിൽ വിസർഗം. അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. അമുനൈവ സർവദുർഗം തരിതാസ്ഥകൃതാസ്ഥമത്ര തിഷ്ഠത്വം ഹരിരേവേത്യനഭിലപന്നിത്യാദി ത്വാമവർണയത് സമുനി. അടുത്തത് 10ാമത്തെ ശ്ലോകം. ഗർഗേഥ നിർഗതേസ്മിൻ നന്ദിതനന്ദാദിനന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിൻ്റെ അർത്ഥവും നോക്കാം. ഗർഗേ അഥ നിർഗതേ അസ്മിൻ നന്ദിത നന്ദാദി നന്ദ്യമാനസ്ത്വം മദ്ഗതം ഉദ്ഗത കരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഗർഗേ ഗർഗമുനി, അഥ അനന്തരം, നിർഗതേ പോയപ്പോൾ, അസ്മിൻ ഈ, നന്ദിത നന്ദാദി നന്ദ്യമാന സന്തുഷ്ടരായ നന്ദഗോപാദികളാൽ പരിലാളിക്കപ്പെട്ട ത്വം അവിടുന്ന്, ഉദ്ഗതകരുണം മനസ്സിലുണർന്ന കാരുണ്യത്തോടു കൂടിയവനായി, മദ്ഗതം എനിക്കുണ്ടായിട്ടുള്ള ദുഃഖം, നിർഗമയ മാറ്റിയാലും, ശ്രീമരുത്പുരാധീശ ഗുരുവായൂരപ്പ. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. ഗർഗേഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിർഗതേസ്മിൻ നന്ദിത നന്ദ് ആദി നന്ദ്യമാനസ്ത്വം, ന്ത് എന്നൊക്കെ ഉള്ളത് നാദ് എന്നാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. മദ്ഗത മുദ്ഗത കരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ, ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഇവിടെ ഗർഗേഥ, ഗർഗേ എന്ന് കഴിഞ്ഞിട്ട് ഒരു ചിഹ്നം ഉണ്ടല്ലോ, അവഗ്രഹ ചിഹ്നം, ആ എന്ന് അവിടെ ഉണ്ട്. പക്ഷെ നമ്മളത് ആ എന്നെടുത്ത് ചൊല്ലണ്ട, ഗർഗേഥ അങ്ങനെ ചൊല്ലിയാൽ മതി. അതേപോലെ നിർഗതേ അസ്മിൻ, അതും അതേപോലെ തന്നെ നിർഗതേന്ന് നീട്ടിയിട്ട് സ്മിൻ എന്ന് പറഞ്ഞാൽ മതി, ആ എന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഗർഗേഥ നിർഗതേസ്മിൻ
നന്ദിതനന്ദാതിനന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.